ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മളിന്ന് കണ്ടിരിക്കുന്നത് ചിക്കൻ കൊണ്ടാട്ടമായിട്ടാണ്. അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കൊണ്ടാട്ടം. ഹോട്ടലുകളിലൊക്കെ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ നമ്മൾ ഇവിടെയും ചെയ്യും. പിന്നെ അടിപൊളി ടേസ്റ്റുള്ള മോര് കറിയാണ്. പിന്നെ അതാ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം കണ്ടോ. പിന്നെ നമുക്ക് നല്ല പപ്പടം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടെന്ന് നോക്കാം. ആദ്യം കുറച്ച് ചിക്കൻ എടുക്കുക. അതിൽ മുളക് പൊടി, കുറച്ച് കോൺഫ്ലവർ, അതുപോലെ കുറച്ച് ഉപ്പ്, ഒരു നുള്ള് മധുരം, അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. അത് നമ്മൾ അരയ്ക്കാൻ വേണ്ടി വെച്ചപ്പോൾ എടുത്ത വീഡിയോ ആണ്. അങ്ങനെ പേസ്റ്റൊക്കെ തേച്ച് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒന്നില്ലെങ്കിൽ നാരങ്ങ നീര്, ഇല്ലെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അതിനുശേഷം നമ്മളതിനെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നന്നായിട്ട് എണ്ണയിൽ പൊരിച്ച് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ കുറേശ്ശെ ആയിട്ട് നമ്മളിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. ഇതേപോലെ നന്നായിട്ട് പൊരിച്ചെടുക്കുക. പാത്രത്തിലേക്ക് എല്ലാം പൊരിച്ച് കോരി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഓരോ ആളുകൾക്കും ഉണ്ടാക്കുന്നത് ഓരോ വിധമായിരിക്കും, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ പിന്നെ നമുക്ക് വെളുത്തുള്ളി വേണം. പിന്നെ അതുപോലെ തന്നെ മല്ലിച്ചപ്പ്, കരിവേപ്പില, ഉള്ളി, പച്ചമുളക്, ഇതൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. പച്ചമുളക് ആവശ്യത്തിനുള്ളതൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ കുറച്ച് ഇതായിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഉള്ളി ഇതുപോലെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അതുപോലെ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി കഴിഞ്ഞ് നമുക്ക് ഈ മുളക് ഇടണം കേട്ടോ. ഈ സമയത്ത് തന്നെ കുറച്ച് ഉള്ളി ഇങ്ങനെ മാറ്റിയിട്ട് അതിൻ്റെ നടുവിൽ ഈ മുളക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മുളക് നല്ല എണ്ണയിൽ നല്ല വഴണ്ടി വന്നാൽ വെളുത്തുള്ളി ഇഞ്ചീൻ്റെ പേസ്റ്റ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നല്ല കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കും. കാശ്മീരി മുളക് പൊടി ഇട്ടപ്പോൾ തന്നെ നല്ല അടിപൊളി കളറായില്ലേ കണ്ടോ. അങ്ങനെ കാശ്മീരി മുളക് പൊടി. പിന്നെ നമ്മൾ സോസ് നല്ലോണം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നല്ല സോസ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ടൊമാറ്റോ സോസ് ഇതിലേക്ക് നല്ലതാണ് സെറ്റായതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ കുറച്ച് സോയാ സോസും, വളരെ കുറച്ച് അളവിൽ സോയാ സോസ് വേണം കേട്ടോ. സോയാ സോസ് നമ്മൾ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് വിനാഗിരി ഇട്ട് കുറേശ്ശെ ചിക്കനായിട്ട് ഇതിലേക്ക് തട്ടിയിട്ട്, ഒന്നായിട്ട് തട്ടരുത്, കുറേശ്ശെ തട്ടി ഒന്ന് ഇളക്കുക. പിന്നെയും കുറേശ്ശെ തട്ടി ഇളക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ കുറേശ്ശെ തട്ടി നമ്മൾ ഇത് ഒന്ന് നന്നായിട്ട് ഇളക്കി എല്ലാ ചിക്കനിൽ നമ്മുടെ ഈ മസാല പിടിക്കുന്ന രീതിയിൽ നമ്മൾ നല്ല ആക്കണം കേട്ടോ. അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഒന്ന് ആവുന്ന രീതിക്ക് ഇങ്ങനെ ഇതാക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതൊരു സീക്രട്ടാണ്. കുറച്ച് കോൺഫ്ലവർ ഇതാക്കിയിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ മസാലകൾ സെറ്റ് ആവും. അതിന് ശേഷം നമ്മൾ ചില്ലി ഫ്ലെക്സ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ആക്കിയ ചില്ലി ഫ്ലെക്സ് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഇലകളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഇലകളൊക്കെ മല്ലിച്ചപ്പ്, കരിവേപ്പില വേണ്ട, മല്ലിച്ചപ്പ് മാത്രം മതിയിട്ട് മല്ലിച്ചപ്പ് ഇട്ടിട്ട് അതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് കുരുമുളക് ഇടുന്നുണ്ട് കേട്ടോ. കുരുമുളക് നന്നായിട്ട് ഇടുന്നുണ്ട്, പക്ഷേ ആ വീഡിയോ എനിക്ക് മിസ്സിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇത്. എല്ലാം റെഡിയായി കഴിഞ്ഞു. ഓക്കേ.